ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട അധ്യക്ഷൻ, മുനിസിപ്പൽ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രസിഡൻ്റിൻ്റെ ബഹുമാന്യ സുഹൃത്ത് സാജിദ് മങ്ങാട്ടിൽ, വേദിയിൽ എനിക്ക് മുമ്പ് പ്രസംഗിച്ച എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത് അസ്കർ ഫറൂഖ്, പ്രിയങ്കരനായ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ പാറോളി മൂസക്കുട്ടി ഹാജി, പ്രിയപ്പെട്ട സുഹൃത്ത് ഉസ്മാൻ കുട്ടി, എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത് സൈദാലിക്കുട്ടി എന്ന മോൻ, അഹമ്മദ് മണ്ടായപ്പുറം, സുലൈമാൻ പാറമ്മൽ, മറ്റ് ഈ വേദിയിലും വേദിക്ക് താഴെയുമായി അണിനിരന്നിട്ടുള്ള മുസ്ലിം യൂത്ത് ലീഗിൻ്റെ മുനിസിപ്പാലിറ്റിയിലെ നേതാക്കളെ, നല്ലവരായ സ്നേഹിതന്മാരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. സഹോദര സമുദായാംഗങ്ങൾക്ക് മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ. കോട്ടക്കലിലെ മുനിസിപ്പൽ മുസ്ലിം യൂത്ത് ലീഗ് ശ്രദ്ധേയമായ ഒരു പരിപാടിയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബഹുമാന്യരായിരുന്ന മർഹൂം UA ബീരാൻ സാഹിബിൻ്റെ നാമധേയത്തിൽ ഇങ്ങനെ ഒരു വേദിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ബീരാൻ സാഹിബ്, ഞാനൊക്കെ ഒരു MSFകാരനായിരുന്ന കാലത്ത് തിരുനാവായിലെ എടക്കുളത്ത് അദ്ദേഹത്തിൻ്റെ നിരവധി പ്രസംഗങ്ങൾ കേൾക്കാൻ വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗം തടസ്സപ്പെടുത്താൻ അനൗൺസ് വാഹനങ്ങളുമായി കടന്നു വന്നവരോടൊക്കെ ഒരൊറ്റ വിളി കൊണ്ട് പിന്നീട് ഒരു അനൗൺസ് നടത്താൻ ആ പ്രദേശത്ത് ഒരാഴ്ചക്ക് ധൈര്യം വരാത്ത കോലത്തിൽ ആ പ്രദേശത്ത് അദ്ദേഹം നടത്തിയ ആ ശാസന ഞാൻ ഇന്നും ഓർക്കുകയാണ്. തീർച്ചയായും ബീരാൻ സാഹിബിനെ പോലെയുള്ള ആളുകളൊക്കെ ഓർക്കാൻ നമുക്ക് കിട്ടിയ ഈ അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണ്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ പരലോകം ജന്നാത്തുൻ നഈം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിം ലീഗ് ഇന്നേറെ ശ്രദ്ധിക്കുന്ന ഒരു സംഘടനയാണ്. ഞങ്ങളുടെ രാഷ്ട്രീയ ശത്രുക്കൾ മുഴുവൻ ധരിച്ചു വശായത് ഈ ലീഗുകാരെ 4 വർത്താനം പറഞ്ഞ് ലീഗിനെ വല്ലാതെ പച്ചക്കിട്ട് തിന്നാലേ ഈ ഹരിത രാഷ്ട്രീയം അസ്തമിക്കൂ എന്നാണ്. മക്കളെ, നിങ്ങൾക്ക് തെറ്റി. നിങ്ങൾ എതിർക്കണം. എതിർക്കുമ്പോഴാണ് ഞങ്ങൾക്ക് അംഗബലം കൂടുന്നത്. എതിർക്കുമ്പോഴാണ് ഞങ്ങളുടെ സ്രോതസ്, ഞങ്ങളുടെ ശക്തി വർദ്ധിക്കുന്നത്. എതിർദിശയിൽ നിന്ന് കാറ്റ് വരുന്നതിനനുസരിച്ച് പട്ടം ഉയർന്നു പൊങ്ങുന്നത് പോലെ ഹരിത രാഷ്ട്രീയത്തിൻ്റെ പതാക വാനോളം ഉയരത്തിൽ പറന്നു പൊങ്ങുകയാണ്. ഇവിടെ ഉണ്ടായതെന്താ? ഇപ്പൊ കുറേ ആളുകൾ ശത്രുത അങ്ങനെ നിരത്തിക്കൊണ്ടുവരാ, ഇല്ലാത്തത് പറഞ്ഞിട്ട്. ഒന്നുമില്ല, ലീഗ് അള്ള ഒന്നുള്ളൂ എന്ന് പറഞ്ഞാൽ 2 ഉണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ചാടുക. ലീഗ് എന്ത് പറഞ്ഞാലും ബഹളം ഉണ്ടാക്കുക. മദ്യം നിരോധിക്കണമെന്ന് കോടതി പറഞ്ഞപ്പോൾ മുസ്ലിം ലീഗ് അതിനെ സ്വാഗതം ചെയ്തപ്പോൾ അതിമലും പിടിച്ചു. ഞാൻ അത്ഭുതപ്പെടുക. ചിലർ പറഞ്ഞതെന്താ, ഞങ്ങളെ സമുദായത്തോടുള്ള വിരോധം കൊണ്ടാണ് ലീഗ് അതിനെ സ്വാഗതം ചെയ്തത്. നിങ്ങളത് പറയുമ്പോൾ ഞങ്ങളെ സമുദായത്തിലെ കുടിയന്മാരെ കഷ്ടപ്പാടിനെ പറ്റി നിങ്ങൾ ആലോചിച്ചിട്ടും കൂടി ഉണ്ടാവില്ല അല്ലേ? ഇതിനുണ്ടോ സമുദായവും ജാതിയൊക്കെ? എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? ലീഗ് എന്തു പറഞ്ഞാലും ബഹളം ഉണ്ടാക്കുക. ലീഗുകാർ SSLC ബുക്കിൽ തെറ്റ് തിരുത്താൻ ഒരു അദാലത്ത് മലപ്പുറത്ത് വെച്ചാൽ സെക്രട്ടേറിയറ്റ് അതാ മലപ്പുറത്തേക്ക് പോയിരിക്കുന്നു എന്ന് പറയാം. പാസ്പോർട്ട് ഓഫീസിൻ്റെ പാസ്പോർട്ടിലെ തെറ്റ് തിരുത്താൻ ഈടക്കെടുത്ത് മലപ്പുറം മണ്ഡലം കമ്മിറ്റി വെച്ച അദാലത്തിൽ പങ്കെടുത്തതാരാ? ലീഗരെല്ലാം മുഴുവൻ, സമുദായമെല്ലാം മുഴുവൻ. ഞങ്ങളൊരു കോളേജ് കൊടുന്നാൽ, ഞങ്ങളൊരു മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നാൽ, ഞങ്ങൾ ഒരു ആയുർവേദ യൂണിവേഴ്സിറ്റി കൊണ്ടുവന്നാൽ, ഞങ്ങളൊരു മലയാളം സർവകലാശാല കൊണ്ടുവന്നാൽ ലീഗിനെന്താ? അതുകൊണ്ട് ലീഗിനെന്താ പ്രത്യേകമായിട്ടുള്ള ലാഭം? ഞങ്ങളുടെ കാലത്ത് വന്നു എന്ന് പറയാൻ സാധിക്കുമെന്നല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല. എന്നിട്ടതാ പറയുന്നു, അതാ കേരളത്തിൻ്റെ ഖജനാവതാ പാലാവഴി അനന്തപുരിയിൽ നിന്നും താനൂരിലൂടെ പാണക്കാട്ടേക്ക് പോകുന്നു. എമർജിങ് കേരളം നടത്തുമ്പോൾ ഒരാൾ പറയുന്നു എമർജിങ് പാണക്കാട്, വേറൊരാൾ പറയുന്നു പാണക്കാട്ടെ തങ്ങളാരാ സൂപ്പർ മുഖ്യമന്ത്രിയോ? ഇവിടെ മാറ്റം വന്നതാർക്കാ? ഞങ്ങളല്ലാത്തവർക്കൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ഞങ്ങൾ അന്നും ഇന്നും എന്നും പറയുന്നതൊന്നാണ്. ഞങ്ങളെ ശൈലിയിൽ മാറ്റമില്ല. ഞങ്ങൾ ഈ രാജ്യത്ത് എല്ലാവരെയും മാനിച്ചു പോന്നവരാണ്. അതുകൊണ്ടാ കേരളം ഞങ്ങളുടെ കൂടെ നിന്നത്. നമുക്കറിയാം, കാസർകോട്ട് താമര വിരിയുന്നു 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 എന്ന് പറഞ്ഞ് ഏഷ്യാനെറ്റ് വെള്ളമൊഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്തും അവിടെ ജയിച്ചതാരാന്നറിയാം? അബ്ദുൾ റസാഖ് എന്ന റദ്ദുച്ചയും
അതുപോലെ എന്നെ നെല്ലിക്കുന്നും, ഇതിനു മുമ്പ് CT അഹമ്മദ് അലിയും ചെർക്കളവും ആരെ CK പത്മനാഭനെ തോൽപ്പിച്ച് മാർച്ചിറ്റുപാട്ടിയുടെ ഒരു മൂലക്ക് 3ാമത്തെ സ്ഥാനത്തേക്ക് മാറ്റിയിട്ടാണ്. എന്താണ് അതിൽ നിന്ന് പഠിക്കേണ്ടത്? കേരളത്തിലെ ജനങ്ങൾ ജാതി നോക്കാതെ മതം നോക്കാതെ ലീഗിന്റെ പെരുമാറ്റം നോക്കി വോട്ട് ചെയ്തു. അതുകൊണ്ടാണ് ബാബാ സാഹിബ് ഗുരുവായൂരിൽ മത്സരിച്ചപ്പോ, സമദാനി മത്സരിച്ചപ്പോ, ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഭണ്ഡാരം തുറക്കുമ്പോ സ്വർണം കൊണ്ടുള്ള ചെറിയ കോണിച്ചിഹ്നം കിട്ടിയത്. അതുകൊണ്ടാണ് കേരളക്കരയിൽ AK ആന്റണിയെ നമ്മൾ കൊണ്ടുവന്നിട്ട് തിരൂരങ്ങാടിയിൽ മത്സരിച്ചപ്പോ ലീഗ് ചെയ്ത ഈ നന്മ കേരളം ഓർക്കുന്നു എന്ന് പറയുന്നത്. അപ്പൊ ആർക്കാ മാറ്റണ്ടായത്? കുറെ ശത്രുക്കൾ അധികരിച്ചു എന്നൊന്നും ആരും കരുതണ്ട. ഇസ്ലാമിക ശരീഅത്തിന്റെ സമയത്ത് ആരൊക്കെയാണോ നമ്മളെ ശത്രുക്കള്, അവരൊക്കെ തന്നെ എപ്പോഴും ശത്രുക്കള്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? മഹാനായ രാജീവ് ഗാന്ധിയും മനാത്തുവാലയും ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ കൂടെ പാറ പോലെ ഉറച്ചു നിന്ന് കേരളത്തിലെ, ഇന്ത്യയിലെ, ബോംബെയിലെ സിനിമാ രംഗത്തെ മുടിചൂട മന്നനായ അമിതാഭ് ബച്ചന്റെ പോലും വോട്ട് ബില്ലിന് അനുകൂലമാക്കുമ്പോ ആരൊക്കെയായിരുന്നോ എതിരായിരുന്നിരുന്നത് അവരൊക്കെ തന്നെ ഇപ്പോഴും എതിര്. ഞങ്ങൾ ഈ മുന്നണിയുടെ കൂടെയാണ്, ഞങ്ങൾ ഈ ടീമിനൊപ്പാണ്. അല്ലേ, ഉമ്മൻചാണ്ടി അടിച്ചു തന്ന മനോഹരമായ ആ പന്ത് പാണ്ടിക്കടവത്ത് കുഞ്ഞാപ്പ പിണറായിനെയും കൊടിയേരിനെയും കട്ട് ചെയ്ത് ഗോൾ കീപ്പറായി വയന്നു നിൽക്കുന്ന അച്യുതാനന്ദനെ സിസർ കട്ട് ചെയ്തിട്ട് നേരെ അടിച്ചിട്ട് ഗോൾ എന്ന് കാണികൾ പറയുമ്പോ അവനാന്റെ ടീമിലെ ചിലർ പറയുന്നത് ഓഫാത്രേ. അവരൊക്കെ ബനിയം മാറി അപ്പുറത്ത് നിങ്ങണ്ട് കളിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾ ഈ രാജ്യത്ത് മാന്യത ഏറെ പുലർത്തുന്നവരാണ്. ഞങ്ങൾ ഈ രാജ്യത്ത് മുന്നണിക്കൊപ്പം നിൽക്കുന്നവർ, ഞങ്ങൾ ഈ നാട്ടിന്റെ ന്യൂനപക്ഷത്തിനൊപ്പം നിൽക്കുന്നവർ. അത് പറയാൻ പാടില്ലത്രേ. ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ തെറ്റാണത്രേ. ഇവിടെയുള്ള വൻകിട രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ ഒരു ന്യൂനപക്ഷ സെല്ലുണ്ട്. അവരും പറയുന്നത് അനധികൃതമായി ഒന്നും ആരും നേടിയിട്ടില്ല, ഇപ്പോൾ ഉദ്ദേശിച്ചതൊന്നും കിട്ടണില്ല. എല്ലാവരും പറയുന്നുണ്ട്, ഞാൻ അവരെ പേരൊന്നും പറയുന്നില്ല. എല്ലാവരും പറയുന്നുണ്ട് ഉദ്ദേശിച്ചതൊന്നും കിട്ടുന്നില്ല എന്ന് ഇപ്പോഴും പരാതിയാണ്. അല്ലേ, നമുക്കൊന്നും പാടില്ല. ഒരാൾ ജയിച്ച് മന്ത്രിയായാൽ ബഹളം. മുസ്ലിം മന്ത്രി അങ്ങനെ ഉണ്ട്, ഒരു മന്ത്രി ഭക്ഷ്യമന്ത്രി ഉണ്ട്, ആഭ്യന്തരമന്ത്രി ഉണ്ട്, വ്യവസായ മന്ത്രി ഉണ്ട്. മൻമോഹൻ സിംഗ് ആരാ? സിഖ് പ്രധാനമന്ത്രിയല്ല മക്കളെ, ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. ആരാ ഇവിടെ ജാതി പേരിട്ട് വിളിച്ചത്? അവർക്കാ തെറ്റുപറ്റിയത്. അല്ലേ, കേരളത്തിന്റെ ഒരു മുദ്രാവാക്യം എന്താ? മന്നം പട്ടം ശങ്കർ ചാക്കോ ബാഫഖി തങ്ങൾ സിന്ദാബാദ്. മന്നം പട്ടം ശങ്കർ ചാക്കോ ബാഫഖി തങ്ങൾ സിന്ദാബാദ്. മന്നത്ത് പത്മനാഭൻ, ആർ ശങ്കർ, പട്ടം താണുപിള്ള, അല്ലേ, PT ചാക്കോ, ബാഫഖി തങ്ങൾ. ആ മുദ്രാവാക്യം ഇങ്ങനെ വിളിക്കുമ്പോ ജാതി നോക്കിയിട്ട് ആരെങ്കിലും വിളിക്കാതിരുന്നിട്ടുണ്ടോ? അതാണ് കേരളത്തിന്റെ പാരമ്പര്യം. അല്ലേ, അച്യുത മേനോനെ കൊണ്ടുവന്ന് ബാഫഖി തങ്ങൾ മുഖ്യമന്ത്രിയാക്കുമ്പോ അതൊരു മേനോനാണ് എന്ന് ലീഗാരോടും പറഞ്ഞിട്ടില്ല. കേരളക്കരയിൽ ആന്റണിയെ തിരുരങ്ങാടിയിൽ മത്സരിപ്പിക്കുമ്പോ ഞങ്ങളെ വസ്വാസിലാക്കാൻ എന്തൊക്കെ പറഞ്ഞിരുന്നു. കോണിക്ക് ചെയ്ത് വോട്ട് ശീലിച്ചവർ കൈപ്പത്തിക്ക് ചെയ്യേ. മഞ്ഞളാംകുഴി അലി നമ്മുടെ പാർട്ടിയിലേക്ക് വന്നപ്പോൾ നമ്മുടെ പ്രദേശത്തൊക്കെ ഒരു ഫ്ലക്സ് ഉണ്ടായിരുന്നു. എന്താ ഫ്ലക്സ്? ഒരാടിന്റെ ഉടലിൽ മഞ്ഞളാംകുഴി അലിയുടെ തല, എന്നിട്ട് കുഞ്ഞാപ്പ കയറിയിട്ട് ഇങ്ങനെ നടക്കുക. സഖാക്കൾ എഴുതി അറക്കാൻ കൊണ്ടുപോവുകയാണ്. അല്ല, ഞങ്ങൾ വളർത്താൻ കൊണ്ടായത് തന്നെയാണ്. നിങ്ങളൊക്കെ ആ കൊമ്പോണ്ട് ഇങ്ങനെ ഓരോരുത്തരെ കുത്തി മറിച്ചിടൽ തുടങ്ങിയ ആട്. അല്ലേ, ഞങ്ങളത് മര്യാദക്ക് കൊണ്ടുപോകുന്നുണ്ട്. അല്ലേ, അതാ നിങ്ങൾക്ക് അസൂയ. മാർക്സിസ്റ്റ് പാർട്ടി വിട്ടുവന്ന പലരും നീല ലൈറ്റിട്ട വണ്ടിയിൽ ആംബുലൻസിൽ കടന്നു വന്നപ്പോ മാർക്സിസ്റ്റ് പാർട്ടി വിട്ടുവന്ന ഒരാളെ ചുവന്ന ലൈറ്റിട്ട വണ്ടിയിൽ കേരള സ്റ്റേറ്റ് എന്ന് ബോർഡ് വെച്ച് ത്രിവർണ പതാകയും കുത്തി കടന്നു വന്ന പാണക്കാട്ട് ഹൈദരലി തങ്ങളോട് അസൂയല്ലാതെ മറ്റെന്താ ഉണ്ടാകുക? UP-യിലെ കുഞ്ഞാലിക്കുട്ടിക്കും അലിക്കും പോലീസിന്റെ ബൂട്ടിട്ട് ചവിട്ട് കൊള്ളുമ്പോ കേരളത്തിലെ കുഞ്ഞാലിക്കുട്ടിക്കും അലിക്കും പോലീസിന്റെ സല്യൂട്ട് കിട്ടുന്നതിൽ അസൂയുണ്ടെങ്കിൽ ഒരു കയറെടുത്ത് ജീവിതം അങ്ങ് അവസാനിപ്പിച്ചേക്കൂ. ഞങ്ങൾക്ക് വേറെ പണിയുണ്ട്. ഞങ്ങൾക്കൊന്നും പാടില്ല. പച്ച ലഡു കൊടുത്താ ബഹളം, പച്ച പായസം കൊടുത്താ ബഹളം. ഞങ്ങളെ പൈസക്ക് ഞങ്ങൾ വാങ്ങിത്തന്നാ തിന്നാലും പോരാ, തിന്നണോന്റെ കളർ നോക്കി വാങ്ങിക്കൊടുക്കണമെന്നോ? ഇത് നാട് വേറെയാണ്. അല്ലേ, എന്തു പറഞ്ഞാലും ബഹളം. നമ്മൾ ഈ കേരളത്തിൽ ഏത് വിഷയത്തിൽ ഒരു യുവജനോത്സവം കൊണ്ടുവന്നപ്പോൾ പറഞ്ഞു, ഇതാ ലീഗ് വൽക്കരിക്കുന്നേ. യുവജനോത്സവം കഴിഞ്ഞിട്ടില്ല, വരാൻ പോണുള്ളൂ.
വരാൻ പോണ യുവജനോത്സവ ലീഗ് വൽക്കരിക്കുന്നേ എന്ന് പറയുന്നത് എന്താ അതിൻ്റെ അർത്ഥം? കഴിഞ്ഞാൽ പറയായിരുന്നു പാണക്കാട്ടെ തങ്ങളെ പാട്ട് പാടിയിട്ട് കോൽക്കളി കളിച്ചു, വനിതാ ലീഗിൻ്റെ പേര് പറഞ്ഞിട്ട് ഒപ്പന കളിച്ചു എന്നൊക്കെ പറയായിരുന്നു. ഇതൊന്നുമില്ല. വരാൻ പോണ യുവജനോത്സവ ലീഗ് വൽക്കരിക്കുന്നു. കണ്ടോ എന്താ ഇതിൻ്റെ അർത്ഥം? ഇതിൻ്റെ മുമ്പ് ഞങ്ങൾ ഇതൊന്നും നടത്തിയിട്ടില്ലേ? ആർക്കാ തെറ്റ് പറ്റിയത്? അബ്ദുൾ റബ്ബ് പുതിയ യുവജനോത്സവം കൊണ്ടുവന്നതാണോ? സോക്കട ആർക്കാ ഉണ്ടായത്? പരിശോധിക്കണം. ഈട്ടി 2 തവണ തിരൂരിൽ കൊണ്ടുവന്നു. ഹയർ സെക്കൻഡറി കലോത്സവം പിന്നെ കൊണ്ടുവന്നു. അന്നൊന്നുമില്ലാത്ത ബഹളെന്താണ്? ആലോചിക്കണം. നിങ്ങളെ ലീഗിന്റെ നിലപാട്, നിങ്ങളെ ലീഗേറെ കുട്ടികളുടെ നിലപാടാണ്. ബാബരി മസ്ജിദ് പതനത്തിന് ശേഷം കേരളം UP പോലെ കത്താതെ പോയത് എന്ന് പറഞ്ഞത് PK കുഞ്ഞാലിക്കുട്ടിയല്ല, PK വാസുദേവൻ നായരാണ്. ആ PK വാസുദേവൻ നായരിൽ നിന്ന് പിണറായി വിജയന്റെ ഇപ്പോഴത്തുള്ള നിലപാടിലേക്കുള്ള ദൂരം ഒന്ന് അളക്കണം. ആർക്കാ തെറ്റ് പറ്റിയത്? തങ്ങളെ മാറാട്ട വിഷയത്തിൽ നിങ്ങളെ പാർട്ടി എടുത്ത നിലപാടാണ്. കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ അതൊരു മഹാവിപത്തായി മാറാതെ പോയത് CK പത്മനാഭനിൽ നിന്ന് പാണക്കാട്ട് സൂപ്പർ മുഖ്യമന്ത്രി എന്ന് പറയുന്ന സുരേന്ദ്രനിലേക്കുള്ള ദൂരം എങ്ങനെയാണ്? അവരാണ് അളക്കേണ്ടത്. ഞങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടില്ല. അന്നത്തെ തങ്ങൾ തന്നെ ഇന്നത്തെ തങ്ങൾ, അന്നത്തെ ലീഗ് തന്നെ ഇന്നത്തെ ലീഗ്. തങ്ങളെ പൂന്തുറയിൽ നിങ്ങളെ വരവില്ലായിരുന്നുവെങ്കിൽ മല പോലെ വന്നൊരു വിഷയം മഞ്ഞുപോലെ ഉരുകുമായിരുന്നില്ല. കുമ്മനം രാജശേഖരനിൽ നിന്ന് പുതിയ BJPയുടെ നേതാക്കൾക്കുണ്ടാകുന്ന വർത്താനത്തിന്റെ മാറ്റം എന്താണ്? അവിടെയാ പഠിക്കേണ്ടത്. ഞങ്ങൾക്കല്ല. ഇതൊക്കെ നിർത്താൻ സാധിക്കും. എന്താ സംഭവം എന്നറിയോ? ഇടയ്ക്കൊക്കെ ചില കോളേജ് സ്കൂളൊക്കെ ഓരോ സംഘടനക്കും ഇങ്ങനെ കൊടുത്താൽ മതി. ഇതൊക്കെ ഇങ്ങനെ കൊടുക്കുമ്പോൾ നല്ല ലീഗ്, സൂപ്പർ ലീഗ്. ഇതൊന്നും കൊടുത്തില്ലെങ്കിലോ ലീഗ് പോക്കാണ്. പണ്ട് അത്യാസന്ന നിലയിൽ കിടന്നിരുന്ന പിതാവ് മക്കളെ വിളിച്ചിട്ട് ഇങ്ങനെ വസിയത്ത് പറയാണ്: ഞാൻ അബോഖരാജിക്ക് ഒരു 50,000 കൊടുക്കാണ്ട്, ഞാൻ മൊയ്തീനാജിക്ക് ഒരു 75,000 കൊടുക്കാണ്ട്. മക്കള് കൊടുക്കാനുള്ള കാര്യമായതുകൊണ്ട് പടിഞ്ഞാറൗത്തുക്കും കേക്കൗത്തുക്കും ഒക്കെ ഇങ്ങനെ മാറുക. അപ്പം അമ്മ വിളിച്ചിട്ട് പറഞ്ഞു, വാപ്പ കടക്കാരനായി അള്ളാനെ കണ്ടുമുട്ടാൻ പാടില്ല, അതുകൊണ്ട് വാപ്പാന്റെ വസിയത്ത് മക്കളൊന്ന് കേൾക്കണം. വാപ്പാക്ക് സ്വത്തില്ലേ മക്കളെ, നിങ്ങളത് ശ്രദ്ധിക്കണം. മക്കളാ വഴിക്കൊന്നും ശ്രദ്ധയില്ല. മഹലിന്റെ പ്രസിഡന്റിനെ വിളിച്ചു കൊടുത്തിട്ട് പ്രസിഡന്റിന്റെ പ്രസൻസിൽ, അയാളെ സാന്നിധ്യത്തിൽ വെച്ച് വാപ്പാനോട് വസിയത്ത് പറയാൻ പറഞ്ഞു ഉമ്മ. അപ്പൊ വാപ്പ പറഞ്ഞു, ഞാൻ അങ്ങനെ അബോഖരാജിക്ക് ഒരു 50,000 കൊടുക്കാണ്ട്, മൊയ്തീനാജിക്ക് ഞാനൊരു 75,000 കൊടുക്കാണ്ട്. പ്രസിഡന്റ് ഇങ്ങനെ കേട്ടു നിൽക്കുമ്പോൾ ഒരു മോൻ പറയാ, വാപ്പാക്ക് ഇതേമാതിരി ഇപ്പോൾ ഒരു 6 മാസമായിട്ട് ഇതുപോലെ പിച്ചും പേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വല്ലാത്തൊരു സോക്കടാണ്. അതിലിടക്ക് വാപ്പ പറഞ്ഞു, ആ എമോജി ഉണ്ടല്ലോ, മൂപ്പർക്ക് 1,00,000 കണ്ട് തരാണ്ട് ഇപ്പോൾ ഓർമ്മ വന്നതാണ്. അപ്പോൾ ഒരു മകൻ പറയാ, ഇടക്ക് നല്ല ഇഷാറത്താട്ടോ, ഇടക്ക് നല്ല ഓർമ്മയാണ്. എന്താ സംഭവം എന്നറിയോ? ഇങ്ങോട്ട് കിട്ടാനുള്ളതൊക്കെ ഇഷാറത്ത് ഓർമ്മയും, അങ്ങോട്ട് കൊടുക്കാനുള്ളതൊക്കെ പിച്ചും പേയും അല്ലേ? ഈ സോക്കട് ഞങ്ങൾക്ക് തിരിയും അല്ലേ? ഞങ്ങൾ ഈ നാട്ടിൽ കൊണ്ടുവരുന്ന നന്മ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് അല്ലേ? മുസ്ലിം ലീഗ് ഈ രാജ്യത്തുണ്ടായത് കൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോട്ടയിലുള്ള പ്രശ്നമുണ്ടോ? ഞങ്ങൾ ഓഫീസ് റെയ്ഡ് ചെയ്താൽ ഏറെ വന്നാൽ കോണിച്ചിഹ്നം കിട്ടും അല്ലേ? ഞങ്ങൾ ഓഫീസ് റെയ്ഡ് ചെയ്താൽ മൈദപ്പൊടി കിട്ടും. ഞങ്ങൾ ഓഫീസ് റെയ്ഡ് ചെയ്താൽ കൊടി കെട്ടാനുള്ള ചാക്കുനൂല് കിട്ടും. അതിലപ്പുറം എന്താ കിട്ടുക? കണ്ണൂരിലതാ റെയ്ഡ് ചെയ്തു, ഇതൊന്നും ആരും പറയാനാളില്ലേ അല്ലേ? അവിടെയൊക്കെ റെയ്ഡ് ചെയ്തപ്പോൾ എന്താ കിട്ടിയത്? പാർട്ടി ഓഫീസിൽ ഒരു ഓഫീസിൽ നിന്ന് കിട്ടിയത് നായ്ക്കൊരണപ്പൊടി, വേറെ ഓഫീസിൽ നിന്ന് കിട്ടിയത് മുളക് പൊടി. നേരെ മേശട ചോട്ട് 3 ടിന്ന് കരിയായാലും അത് റിബലായ സ്ഥാനാർത്ഥിൻ്റെ തലക്ക് വരാനുള്ളതാണ് അല്ലേ? നമ്മളൊക്കെ പഞ്ചായത്തിൻ്റെ സെക്രട്ടറി, മുനിസിപ്പാലിറ്റിൻ്റെ സെക്രട്ടറി തെരഞ്ഞെടുപ്പാകുമ്പോൾ ജീപ്പ് നിർത്തിയിട്ട് വാർഡിൻ്റെ സെക്രട്ടറിനെ വിളിച്ചിട്ട് പറയും, എന്നാ ഇത് 3-ാം വാർഡിക്കുള്ള കോണി, ഇത് 3-ാം വാർഡിക്കുള്ള കോണി, മാറത്ത് കുത്താനുള്ള പിന്ന് ഇങ്ങനെ കൊടുക്കലാണ്. കണ്ണൂർ അങ്ങനെയല്ല. എന്നാ ഇത് 4-ാം വാർഡിക്കുള്ള നായ്ക്കൊരണപ്പൊടി, ഇത് 5-ാം വാർഡിക്കുള്ള മുളക് പൊടി, ഇത് ആ റിബലായി നിൽക്കുന്ന 7-ാം വാർഡിക്കുള്ള കരിയോയിൽ. ഇതാണ് അവിടുത്തെ സ്ഥിതി. അതിനെപ്പറ്റി പറയാൻ ആളില്ല, അതിനെപ്പറ്റി ചോദിക്കാൻ ആളില്ല. ഞങ്ങൾ 51 ബൈത്തുർ റഹ്മയെ പറ്റി ചിന്തിക്കുന്നവരാ. എന്നാൽ രാഷ്ട്രീയ ബദ്ധവൈരിയെ 51 വെട്ടുവെട്ടിയവരെ പറ്റി ചർച്ച ചെയ്യാൻ ഇവിടെ ആളില്ല. ആർക്ക് വേണ്ടിയാ? ഞങ്ങൾ വിദ്യാഭ്യാസം കൈകാര്യം ചെയ്തപ്പോ മതമില്ലാത്ത ജീവൻ, അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. എല്ലാവർക്കും ദോഷായ മതമില്ലാത്ത ജീവനെ പറ്റി ചിന്തിച്ചവരിവിടെ ഉണ്ട്. അവരെ പറ്റി ഒന്നും ഓർക്കാൻ ആളില്ല. ആർക്കാ മാറ്റം വന്നത്? ഞങ്ങൾക്കാണോ? ഞങ്ങൾ അന്നും ഇന്നും എന്നും ഒരു നിലപാടാണ്.
ഞങ്ങൾ നയവൈകല്യം ഈ രാജ്യത്ത് പ്രകടിപ്പിച്ചിട്ടില്ല. മാന്യമായ നിലപാടാണ്. ഞങ്ങൾ എന്തു ചെയ്താലും ബഹളം ഉണ്ടാക്കുന്നു, ഞങ്ങൾ എന്തു പറഞ്ഞാലും പ്രശ്നം ഉണ്ടാക്കുന്നു. എന്നിട്ടോ എന്താ ലക്ഷ്യം? BJPയുടെ കേന്ദ്ര കമ്മിറ്റി ചോദിച്ചിരിക്കുന്നു, അക്കൗണ്ട് തുറക്കുന്നില്ലേ കേരളത്തിൽ? അക്കൗണ്ട് തുറക്കാൻ നിൽക്കുന്ന 2 മണ്ഡലം ഞാൻ നേരത്തെ പറഞ്ഞ മഞ്ചേശ്വരും കാസർഗോഡും. ആ 2 സ്ഥലത്ത് അക്കൗണ്ട് തുറക്കണമെങ്കിൽ എന്ത് വേണോ? ലീഗ് തോൽക്കണം. അപ്പൊ എല്ലാവരും കൂടിയിട്ട് ലീഗിനൊന്ന് എതിർത്താൽ നമുക്കെന്താ 2 എണ്ണം അവിടെ നിന്ന് അടിച്ചെടുക്കാം. ബാക്കിയോ? ബാക്കി 140-ൽ 138 സ്ഥലത്ത് തിരിച്ചും. അതുകൊണ്ടല്ലേ കേസരി വാരിക പോലും എഴുതുന്നു. എന്താണ് ഈ പ്രേമലേഖനത്തിന്റെ പിന്നിലെന്താ മാറ്റം വരാനുള്ള കാരണം എന്താണ്? പണ്ടൊക്കെ മാർക്സിസ്റ്റ് പാർട്ടി ഒരു വർത്താനം പറയുമ്പോ എതിർക്കുന്നവരുടെ കൂട്ടത്തിൽ BJPയെ ഞങ്ങൾ കണ്ടിരുന്നു. എന്നാൽ ഇന്നത് കേരളത്തിൽ കാണുന്നില്ല. കേരളത്തിൽ നിങ്ങൾ നോക്കൂ, ജയരാജനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയം MP ജയരാജനെ അയാൾ കോടതിക്കെതിരെ വർത്താനം പറഞ്ഞിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോ ഞങ്ങൾ വിചാരിച്ചു ഇവരൊക്കെ വർത്താനം പറയില്ല, കോടതിയെയാണ് വിമർശിച്ചത്, കോടതിയുടെ നടപടി ശരിയായ നടപടിയല്ല എന്നാ BJP പറഞ്ഞത്. എന്താണ് ഈ അടുത്ത കാലത്തെ മാറ്റത്തിന്റെ കാരണം ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. കേരളത്തിന്റെ സുന്ദരമായ സൗഹൃദത്തിന്റെ കഞ്ഞിയിൽ കായം കലക്കാൻ ഹീനമായ ഗൂഢമായ ശ്രമം നടക്കുന്നു. എന്നിട്ട് പറയുന്നു ഈ ലീഗുകാർ തീവ്രവാദികളാണ് അല്ലേ? അതാണ് ചന്ദ്രശേഖരന്റെ വധം നടക്കുന്നതിന്റെ തലേ ദിവസം പിണറായി വിജയന്റെ പത്രസമ്മേളനം. കേരളത്തിലേക്ക് മുസ്ലിം തീവ്രവാദികൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. ഉടനെ KT ജലീൽ പറഞ്ഞു ഞാനും കണ്ടിട്ടുണ്ട്. ഓല് 2 ആള് സുബൈക്ക് ഇങ്ങനെ എടായിൽ പോയി കുത്തിരക്ക. ഓല് മാത്രം തീവ്രവാദികളെ കണ്ട്, മറ്റൊരാരും കണ്ടില്ല. പിറ്റേ ദിവസം എന്താ കാണുന്നത്? ചന്ദ്രശേഖരൻ മരിക്കാൻ. എന്നിട്ടോ ഒരു ഹൈന്ദവ സഹോദരന്റെ ഓണർഷിപ്പിലുള്ള കാറിൽ മാഷാ അല്ലാ എന്ന സ്റ്റിക്കർ. എന്താ അതിന്റെ അർത്ഥം? അവനാണ് ഈ ഏർപ്പാട് ചെയ്യാന്ന് മാത്രല്ല അതിന്റെ പേരിൽ രാഷ്ട്രീയം വളർത്തുക. അങ്ങനെ ഉണ്ടോ ഒരു രാഷ്ട്രീയം? ഞങ്ങളിതൊന്നും പഠിച്ചിട്ടില്ല. ലീഗുകാരെ കണ്ട് പഠിക്കണം. ഞങ്ങൾ ഏറെ മാന്യത പുലർത്തുന്നവരാണ്. എന്തെല്ലാം ഞങ്ങളെപ്പറ്റി ആരൊക്കെ പറഞ്ഞു? ഈ പാണക്കാട്ട തങ്ങളെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പറയുന്നത് എന്താ? ഭൂമി ദാനം ചെയ്ത ഒരു വില്ലാളി വീരനെ വിജിലൻസ് 1-ാം പ്രതിയാക്കി ചേർത്തിട്ടുണ്ട് കേരളത്തിൽ. അച്യുതാനന്ദൻ സോമന് ഭൂമി കൊടുത്തതിൽ എന്താരും വാർത്തയാക്കാത്തത് ഞങ്ങൾക്കറിയാൻ താല്പര്യമുണ്ട്. ഇതിൻ്റെയൊക്കെ പിന്നിലെ കളി എന്താ? ലീഗിനെ തകർക്കുക. ലീഗിനെ തകർത്താൽ UDFനെ തകർക്കൽ എളുപ്പമാണ്. അതിനു വേണ്ടിയുള്ള തന്ത്രങ്ങൾ ഇങ്ങനെ മെനഞ്ഞ് ഓരോരുത്തരും ഓരോ കോലത്തിൽ വരിക. ഞാൻ ഈയിടക്കടുത്ത് മാതൃഭൂമിയിൽ കണ്ടു ഒരു വാർത്ത. അതെന്താണ്? മഹ്മൂദ് എന്ന് പറയുന്നൊരു കോട്ടിട്ടൊരു മനുഷ്യൻ, മഹാനായ CHന്റെ കാലത്തെ പിയൂണാണ്. മുസ്ലിം ലീഗിന്റെ ഇതുപോലുള്ള സമ്മേളനങ്ങളിൽ ആനപ്പുറത്തിരുന്നു കൊണ്ട് ആഹ്ലാദം പ്രകടിപ്പിച്ച അദ്ദേഹത്തെ സീതി ഹാജി CHന് പരിചയപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് സീതി ഹാജിയുടെ നിർദ്ദേശപ്രകാരം CH അദ്ദേഹത്തെ തിരുവനന്തപുരത്തെ ഓഫീസിൽ പിയൂണാക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു എൻ്റെ ഡ്യൂട്ടി എന്താണ്? മഹാനായ CH അന്ന് ഈ മഹ്മൂദിനോട് അദ്ദേഹത്തിന് കൊടുത്ത ഡ്യൂട്ടി എന്താണെന്നറിയോ? മലബാറിൽ നിന്ന് ചില ആവശ്യങ്ങളുമായി തിരുവനന്തപുരത്ത് വരുന്ന വണ്ടി ഇറങ്ങുന്നവരെ ബസ്വാസിലാക്കണ കുറെ കേമന്മാരുണ്ട്. ഓല ഷെറിന്ന് ആ നാട്ടുകാരെ കാക്കലാണ് എൻ്റെ ഡ്യൂട്ടി. അങ്ങനെ അവരെ ഏറ്റെടുക്കുക, അവരാവശ്യം നിർവഹിച്ച് അവരെ യാത്ര അയക്കുക. ഇത് പണ്ട് തുടങ്ങിയ അസുഖാണ്. എന്താ ഇത്? വേറെയാണോ നാട്? ഇവിടേക്കൊന്നും പാടില്ലേ? ഇവിടെ കൊണ്ടുവന്നത് മലയാളം സർവകലാശാല. അതേതാ? ലീഗിൻ്റെതാണോ? തുഞ്ചത്താചാര്യന്റെ മണ്ണിൽ തിരൂരിനൊരു തിരുമുൽക്കാഴ്ചയായി, തിരൂരിന്റെ തിരുനെറ്റിയിൽ ഒരു തിലകക്കുറിയായി ഇതൊക്കെ വരികയാണ്. അങ്ങനെ വരുമ്പോ എല്ലാം ജാതീയമായി കാണുക അല്ലേ? റിയാസുദ്ദീൻ ചീഫ് സെക്രട്ടറി ആയാൽ അപകടം. മലയാളം സർവകലാശാല വരുമ്പോ നോക്കുകയാണ് ആരെയാണ് വൈസ് ചാൻസലർ ആക്കണേ. ആരെയാണ് വൈസ് ചാൻസലർ ആക്കണെന്ന് നോക്കുക. എന്നിട്ടോ അത് ആരാന്നറിഞ്ഞ അതിനനുസരിച്ച് ബഹളം. ആളെ നോക്കി തരം നോക്കി ബഹളം. നിങ്ങൾ ആലോചിക്കണം. റിയാസുദ്ദീൻ ചീഫ് സെക്രട്ടറി ആയപ്പോ ബഹളം, ഹക്കീം ബത്തേരിയും സത്താർ കുഞ്ഞും പോലീസ് ഉദ്യോഗസ്ഥരായപ്പോ ബഹളം, കമാൽ കുട്ടി ഇലക്ഷൻ കമ്മീഷൻ ആയപ്പോൾ ബഹളം, സൗദാബി 1-ാം റാങ്ക് വാങ്ങിയപ്പോ ബഹളം, കോപ്പി അടിച്ചിട്ട്. എന്താണ് ഇതിന്റെ അർത്ഥം? അഹമ്മദ് മന്ത്രിയായപ്പോ ഇന്ത്യ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ ചങ്കിനേറ്റ കുത്താൻ ഞാൻ ചോദിക്കട്ടെ, 100 കണക്കിന് ജനങ്ങളുടെ മയ്യത്ത് കൊണ്ട് അമ്മാനമാടിയ നരേന്ദ്രമോദിയുടെ ഒരു രാജ്യത്തിന്റെ മുഖ്യമന്ത്രി പദവിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടപ്പോ ഒരു പോളിറ്റ് ബ്യൂറോയും
ഹാലിളകിയതായി ഞങ്ങൾ കണ്ടില്ല. എന്താ ഇതിൻ്റെ പൊരുളെന്താണ് ഞങ്ങൾ അറിയണം. ഇന്ന് കണ്ടോ, രാജ്യത്തിന് വേണ്ടി വാദിക്കുകയാണ് ഞങ്ങൾ. എൻ്റെ അഹമ്മദ് സാഹിബ് കണ്ടോ, ഫലസ്തീനിൽ പോയി അവിടുത്തെ ജനങ്ങളെ കണ്ണീരൊപ്പാൻ. എന്നാൽ ഞങ്ങളോട് ചോദ്യം ചോദിക്കുന്നവർക്ക് പണി എന്താ? ഫലസ്തീൻ്റെ പ്രശ്നം പറഞ്ഞിട്ട് എടായിലും പോസ്റ്റിലും മുഴുവൻ നോട്ടീസ് ഒട്ടിക്കുക. മൈതല്ലേ ചെലവ്, വേറെ പണിയില്ലല്ലോ. അതിനെന്താ നമ്മൾ അങ്ങാടിയിൽ പോസ്റ്റർ ഒട്ടിക്കുക, നിരത്തി പോസ്റ്ററാണ്. അത് പാടില്ല, ഇത് പാടില്ല. ഫലസ്തീൻ ലീഗ് ഇടപെടണം. അഹമ്മദിന്റെ നിലപാടെന്താണ് അറിയോ? ഫലസ്തീൻ ജനതയുടെ അടുത്ത് പോകാൻ അല്ലേ? ഇന്ന് നമ്മൾ വായിച്ച വാർത്ത, ഫലസ്തീനിന് സ്ഥിരാംഗത്വം ലഭിക്കുന്നതിൻ്റെ ആദ്യപടിയായി വത്തിക്കാൻ നൽകിയ സ്ഥാനം ഇന്ന് ഐക്യരാഷ്ട്ര സംഘടന തീരുമാനം എടുത്തിരിക്കുകയാണ്. എന്താ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഇന്ത്യ മഹാരാജ്യമാണ് ആദ്യമായി ഇന്ത്യയിൽ ഫലസ്തീനികൾക്ക് ഒരു എംബസി ഈ ഗവൺമെന്റിന്റെ കാലത്താണ് നമ്മുടെ ചെലവിൽ പണിതു കൊടുത്തത്. ഈ അഹമ്മദിനെ കൊണ്ടുപോയി ഇപ്പോൾ ഫലസ്തീനിൽ നിർത്തിയാൽ ഈ അഹമ്മദ് അവിടെ തെരഞ്ഞെടുപ്പിൽ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് എന്ന് പട്ടിക്കാട് ജാമിയ നൂരിയയുടെ സമ്മേളനത്തിൽ 10,000-കണക്കിന് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരുടെ തക്ബീർ ധ്വനികൾക്കിടയിൽ ഫലസ്തീന്റെ അംബാസഡർ ഉസാമ മൂസ പ്രഖ്യാപിക്കുകയാണ്. അതിനൊരു ഭാഗ്യം വേണം. എന്നിട്ട് ഇവിടെ കമ്പ്യൂട്ടറിൽ നേതാക്കന്മാരെ ഫോട്ടോ ഫലസ്തീൻ്റെ യാസർ അറഫാത്തിൻ്റെ കൂടെ കയറ്റിയിട്ട് ഫ്ലെക്സ് ബോർഡാക്കിയിട്ട് ഞെളിഞ്ഞ് നിൽക്കുന്നവർ ഞങ്ങളെ കണ്ട് പഠിക്കണം. ഇന്നത്തെ പത്രത്തിൽ കണ്ടൊരു ഫോട്ടോ കണ്ണ് തള്ളൂലേ, പാലോളിയൊക്കെ അല്ലേ? എന്താ കാരണം? എൻ്റെ കുഞ്ഞാപ്പ കാബ കഴുകിയിട്ടാണ് ഇറങ്ങി വരുന്നത്. കണ്ടില്ലേ ഫോട്ടോ? ഈ പാലോളിക്കൊക്കെ ആ ഭാഗ്യം കിട്ടിയെന്നല്ല, പോകായിട്ടല്ലേ അല്ലേ? ഹജ്ജിൻ്റെ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നു ഇയാൾ. നിങ്ങൾക്കറിയോ? മക്കത്ത് ഇയാൾ എത്തിയിട്ട് ഉംറയുടെ ഡ്രസ്സ്, ഉംറക്കുള്ള അതിങ്ങനെ ധരിച്ചിട്ട് ഇറങ്ങാൻ നേരത്ത് പോളിറ്റി ബ്യൂറോ ഓർമ്മ വന്നു. നേരെ നെയ്യത്തപ്പോഴും പോളിറ്റി ബ്യൂറോണ്. ഞാൻ പോയ ആ പാർട്ടിനോട് എന്താ മറുപടി അറിയാം? ആ പാർട്ടിയിൽ പിന്നെ എന്തിനു നിൽക്കണം വിശ്വാസി? ഇതിൻ്റെ പൊരുളെന്താണ് അല്ലേ? സഖാവ് സൈദാലി കുട്ടിയാക്കാൻ്റെ ജനാസൻ്റെ ഒപ്പം പള്ളിയുടെ പടി വരെ വന്നിട്ട് അസ്സലാമു അലൈക്കും തന്നെ ഇങ്ങോട്ട് തിരിഞ്ഞ ആളാണ്. ഞാൻ ചോദിക്കട്ടെ, എന്താ ഇതിൻ്റെ അർത്ഥം? ഇങ്ങനെയുള്ള ആളുകളെ പറ്റി പറയാൻ ആളുകളില്ല. ലീഗിന്റെ മന്ത്രി കണ്ടോ, ഐക്യരാഷ്ട്രസഭയുടെ അകത്തളത്തിൽ ഇന്ത്യ ഇന്ത്യ എന്ന് പേര് വിളിക്കുമ്പോ ഫാൻറ്റും ഷൂസും കോട്ടും അണിഞ്ഞുകൊണ്ട് നടന്നു വരുന്നത് ആരാന്നറിയോ? ഞങ്ങളുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ ഈ അഹമ്മദ് എന്ന് പറയുന്ന മഹാനാണ്. അതിനൊരു ഭാഗ്യം വേണം. എന്നിട്ട് ലീഗേരെ മുഴുവൻ സംശയം. മുസ്ലിം ലീഗുകാർ തിങ്ങി താമസിക്കുന്ന ഒരു റോട്ടിൽ വീണ ഒരു ഫ്രൂട്ടിയുടെ പാക്കറ്റിന്റെ മുകളിൽ ഒരു ഓട്ടോറിക്ഷ കയറിയിട്ട് ഒച്ചപ്പെട്ടാൽ പാകിസ്ഥാന്റെ ഒച്ച. ഒരു ലീഗുകാരന്റെ അടുക്കളയിൽ അടുപ്പിൽ വീണ കടുകുമണികൾ കിടുകിട പൊട്ടിത്തെറിക്കുമ്പോ പാകിസ്ഥാന്റെ പീരങ്കിപ്പട അടുക്കളയിൽ വന്നു എന്നും അട്ടത്ത് നിന്നെങ്ങാനും ഒരു എട്ടുകാലി ഇറങ്ങിയാൽ ആയുധം നിറച്ച പാകിസ്ഥാന്റെ ഹെലികോപ്റ്ററാണെന്നും പറയുന്നവരോടൊക്കെ എന്തു പറയാനാണ് ഞങ്ങളെ സംശയം? എന്നാ സംശയിക്കേണ്ടവർ വേറെണ്ട് ഇവിടെ അല്ലേ? അനങ്ങിയ ബഹളം അല്ലേ? എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ തീവ്രവാദികളെ സഹായിക്കുന്നേ. ഈയിടക്കടുത്ത് കണ്ട ഒരു റെയിൽവേ ട്രാക്കിൽ ഒരു കോൺക്രീറ്റിന്റെ കഷ്ണം കൊണ്ടുവന്ന് വെച്ചു. ആ കുനിഞ്ഞിട്ട അത് വെക്കുന്ന സമയത്ത് അയാളെ കീശയിൽ നിന്ന് വീണ മരുന്നിന്റെ ലിസ്റ്റ് വെച്ചാണ് അയാളെ പിടിച്ചത്. അറിഞ്ഞില്ലല്ലോ, പെട്ടെന്ന് തീർന്നല്ലോ. എന്താണ് ഈ രാജ്യത്തിന്റെ ഗതി? എങ്ങോട്ടാണ്? തെറ്റിദ്ധരിപ്പിക്കലുകൾ നടന്നുകൊണ്ടിരിക്കുക, തെറ്റിദ്ധരിപ്പിക്കുക, പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. എന്നിട്ടോ നമ്മളെ കുട്ടികൾ പഠിച്ചു പാസ്സായാൽ കോപ്പി അടിച്ചിട്ട് കണ്ടോ. ഇപ്പൊ ദേശാഭിമാനിയുടെ പരസ്യത്തിന്റെ ഒരു പോസ്റ്റർ ഇറങ്ങിയിട്ടുണ്ട്. ഇർഫാന്റെ ഫോട്ടോ ആണ്. മലപ്പുറത്തെ കുട്ടികൾ കോപ്പി അടിച്ച് പാസ്സാകുന്നു എന്ന് പറഞ്ഞിരുന്ന ഒരു പാർട്ടി മലപ്പുറത്തെ ഇർഫാന്റെ ഒളിമ്പിക്സിൽ നിന്ന് തിരിച്ചു വന്ന ഫോട്ടോ കോപ്പി അടിച്ചിട്ട് ദേശാഭിമാനിയുടെ കോപ്പി വർദ്ധിപ്പിക്കാൻ പരസ്യം ചെയ്യാൻ. നിങ്ങളെ ദുര്യോഗം എത്രയാണ് അല്ലേ? നിങ്ങളുടെ നയമല്ല ഞങ്ങളെ നയം. നിങ്ങളുടെ നയ എന്താണ്? ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ധാരാളം ആളുകൾ പോയി. അതുപോലെയാണോ നിങ്ങൾ? ടി.പി. ചന്ദ്രശേഖരന്റെ വധത്തിലെ പ്രതികളെ മുഴുവനതാ പിടിച്ചു. 76 രമ മിനിഞ്ഞാന്ന് ചന്ദ്രശേഖരന്റെ ഭാര്യ രമ തിരൂരിൽ പ്രസംഗിച്ചതെന്താ? ഇനി 2 ആളുകളെ കിട്ടാണ്ട് പേരും പറഞ്ഞു, വേണു പേര് പറഞ്ഞു. ഞാനതിവിടെ പറയുന്നില്ല. എന്താ ഇതിൻ്റെയൊക്കെ പൊരുൾ? അങ്ങനെയുള്ളവരെ പറ്റി പറയുന്നില്ല.
ഭൂമിദാന കേസിൽ 1-ാം പ്രതിയായി കൊണ്ടുപോയവരെ പറ്റി പരാതിയില്ല അല്ലേ? ഈ രാജ്യത്ത് മുഴുവൻ മുസ്ലിം ലീഗിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഹീനമായ ഗൂഢമായ ശ്രമം. ഇതിൻ്റെ പൊരുളെന്താണ്? എല്ലായിടത്തും വിഷയങ്ങൾ ഉണ്ടാക്കുക, എന്നിട്ട് ജനശ്രദ്ധ തിരിച്ചുവിടാൻ. അതല്ലേ കുഞ്ഞാപ്പ, കേരളത്തിൻ്റെ രാഷ്ട്രീയ ചാണക്യൻ അല്ലേ? നേരെ ചൊവ്വേ പരിപാടിയിൽ ജോൺ ലൂക്കോസ് ചോദിച്ചല്ലോ, അല്ല കുഞ്ഞാലിക്കുട്ടി, മനോരമയുടെ ചാനലിന് ചോദിക്കുക, കുഞ്ഞാലിക്കുട്ടി താങ്കൾ വി എസുമായും വി എസിന് താങ്കളുമായി അഭിപ്രായ വ്യത്യാസമുണ്ട്? ഉണ്ടല്ലോ, ഉണ്ട്. എന്നാൽ ടി പി ചന്ദ്രശേഖരൻ്റെ വധത്തിൽ ഈ അച്യുതാനന്ദൻ എടുക്കുന്ന നിലപാടിനോട് താങ്കളുടെ അഭിപ്രായം എന്താണ്? നല്ല ചോദ്യമാണ്. എന്താ കുഞ്ഞാപ്പ പറഞ്ഞത്? എനിക്കുറപ്പില്ല, അയാൾ പറഞ്ഞു കൊടുത്ത് നിൽക്കുമെന്ന് എനിക്കുറപ്പില്ല. എന്താ കുഞ്ഞാലിക്കുട്ടി അങ്ങനെ പറയാൻ? അയാളുടെ സ്വഭാവം വെച്ചിട്ട് അങ്ങനെയാണ്. സമ്മതിച്ചല്ലോ, ചന്ദ്രശേഖരൻ്റെ വധം CBI അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട് 5-8 ദിവസം തലകുത്തി മറിഞ്ഞ മനുഷ്യനയാൾ. മാപ്പ് ഞാൻ അങ്ങനെ പറയില്ല, പൊതുമാപ്പ്. പിന്നെ സെൽവരാജിന്റെ തെരഞ്ഞെടുപ്പിൽ രമയെ കാണാൻ പോയി വീട്ടിൽ, മാപ്പ്. ഒരു പാർട്ടി അരണയുടെ ബുദ്ധി, ഓന്തിനെ പോലെ നിറം മാറുക, ഈനാമ്പേച്ചിയുടെ സ്വഭാവം, കണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടി. ഇതിനെ ഞങ്ങൾ എന്ത് പേരിട്ട് വിളിക്കണം? നിങ്ങൾക്ക് നയം മാറാം, നിലപാട് മാറാം അല്ലേ? പറഞ്ഞു കൊടുത്ത് നിൽക്കുന്നുണ്ടോ? നിങ്ങളെ പാർട്ടിയും പറഞ്ഞു കൊടുത്ത് നിൽക്കുന്നുണ്ടോ? ഞങ്ങളല്ല പറയുന്നത്. ഇപ്പൊ MM മണിയെ അറസ്റ്റ് ചെയ്തപ്പോൾ നടന്ന ഹർത്താലിൽ എന്തേ CPI പങ്കെടുക്കാതെ പോയത്? ജയരാജനെ അറസ്റ്റ് ചെയ്ത ഹർത്താലിൽ എന്തേ CPI പങ്കെടുക്കാതെ പോയത്? ഞങ്ങൾ അഭിപ്രായമല്ല, പാർട്ടി വിലയിരുത്തിയിരിക്കുന്നു. 1,90,000 സ്ഥിരാംഗങ്ങൾ പോയി. 1,90,000 സ്ഥിരാംഗങ്ങൾ എന്ന് പറഞ്ഞാൽ മുന്നിലെ സഫിലുള്ളവരാ പോയത്. ബാക്കി കഥ എന്താ? DYFIയുടെ അഖിലേന്ത്യാ സമ്മേളനത്തിൽ ശ്രീരാമകൃഷ്ണൻ പറഞ്ഞത് എന്താ? 3 ലക്ഷം പാർട്ടി പ്രവർത്തകർ കുറഞ്ഞു. പാർട്ടിയിൽ നിന്ന് ധാരാളം ആളുകൾ പോരാ. പോന്നതൊക്കെ ചില്ലറക്കാരാണോ? ശ്യാം സുന്ദർ, ഡോക്ടർ മനോജ്, മഞ്ഞളാംകുഴി അലി, സിന്ധു ജോയ് അല്ലേ, സെൽവരാജ്, ആരൊക്കെയാ പോന്നത്? ചില്ലറ. ഒരു KT ജലീൽ മാത്രം കൂന്നിട്ട് അങ്ങോട്ട് പോയത്. ബാക്കിയുള്ളവരൊക്കെ വലിയവരാ അങ്ങോട്ട് പോകുന്നത് അല്ലേ? ഇപ്പം മാത്രം അങ്ങോട്ട് പോകുമ്പോൾ അവിടെ നിന്ന് വരുന്നവർ ചോദിച്ചു, എന്താ മാനേ പ്രശ്നം? ലീഗിലൊരു തീപ്പൊരി ഉണ്ട്, ഞങ്ങൾ കൊപ്പരച്ചേകിനടക്കം തീ പിടിച്ചിട്ടാ വരണേ പറഞ്ഞു. ഒന്നല്ലോ ഒലൊന്നാകെ വന്നല്ലോ, പോകാൻ പറ്റാത്തടത്തേക്ക് പോയല്ലോ. ചെന്നോടത്ത് മുഴുവൻ പ്രതിസന്ധിയല്ലേ? മാർച്ചുറ്റുപാട്ടിൽ വലിയ പ്രതിസന്ധി. എന്തിനധികം ഗ്യാസും കുറ്റി ചിന്നാക്കിയതിൻ്റെ ശേഷം ഗ്യാസ് സിലിണ്ടറിന് എത്ര പ്രതിസന്ധി ഉണ്ട് കേരളത്തിൽ? അത് മാത്രം ആലോചിച്ചാൽ മതി. പറഞ്ഞെടുത്ത് വരെ നിൽക്കൂല. UPA ഗവൺമെന്റിനുള്ള പിന്തുണ പിൻവലിക്കുന്നത് ആണവ കരാർ പറഞ്ഞിട്ടല്ലേ? കോഴിക്കോട്ട് വന്നിട്ടല്ലേ പറഞ്ഞത് പ്രകാശ് കാരാട്ട്? ആ പിന്തുണ പിൻവലിച്ചത് തെറ്റായിപ്പോയി. ആ മഷി ഉണങ്ങുന്നതിന് മുമ്പേ അതാ കൂടംകുളത്തെ ആണവ നിലയത്തെ ഇവർ അനുകൂലിച്ചിരിക്കുന്നു. എന്താ കൂടംകുളത്തെ ആണവ നിലയത്തിന്റെ പ്രത്യേകത? അതിന്മേ ചെറുതായിട്ടൊരു എഴുത്തുണ്ട്. അതെന്താ? മേഡ് ഇൻ റഷ്യ. അത് നമ്മളതാണ്. നമ്മളെ ആണവ നിലയം നല്ല ആണവ നിലയാണത്രേ. ബോംബ് തെറ്റാണെങ്കിൽ അളിയം കൊണ്ടുവരുന്ന ബോംബ് എങ്ങനെയാണോ ലഡുവാകുക? ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അല്ലേ? നാടിന് കുഴപ്പമുണ്ടാക്കുന്നതാണെങ്കിൽ എല്ലാം അങ്ങനെയാണ്. ഇതങ്ങനെയല്ല, പറഞ്ഞു കൊടുത്ത് നിൽക്കണില്ല. അതാണ് നേരത്തെ അച്യുതാനന്ദനെ പറ്റി കുഞ്ഞാപ്പ പറഞ്ഞത്. പറഞ്ഞു കൊടുത്ത് വരെ നിൽക്കൂല. പണ്ടൊരു കണക്കധ്യാപകൻ കുട്ടിക്ക് കണക്ക് പഠിപ്പിക്കുമ്പോൾ പറഞ്ഞു, 5000-ൽ നിന്ന് 3600 മൈനസ് ചെയ്താൽ എത്ര? ചക്ക എങ്ങനെ അന്തം വിട്ടിരിക്കുക. അപ്പോൾ പറഞ്ഞടാ, എൻ്റെ വാപ്പാക്ക് ഞാനൊരു 5000 തന്നു, അതിന്നൊരു 3600 വാപ്പ അപ്പായിട്ട് ഇങ്ങനെ തിരിച്ചു തന്നപ്പോൾ ടോട്ടൽ 3600 കിട്ടി. ബാക്കി എത്ര ഉണ്ടാവും? ചക്ക എങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ്. എടാ, 5000-ൽ നിന്ന് 3600 തിരിച്ചു തന്നാൽ എത്ര ഉണ്ടാവും? ഓൻ പറഞ്ഞ 5000 തന്നെ. അപ്പോൾ എടാ പൊട്ട എന്ന് പറഞ്ഞപ്പോൾ ചെക്കൻ പറയാം മാഷോട്, നിങ്ങളാണ് പൊട്ടേ, എൻ്റെ വാപ്പ അങ്ങനെ ആരെടുത്തെങ്കിലും എന്തെങ്കിലും വാങ്ങിയാൽ കൊടുക്കലില്ല, ഞങ്ങൾക്കത് അറിയായിട്ടാ. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ ഈ 3600 കിട്ടിയെന്ന് ആലോചിച്ചിട്ട് പിടുത്തം കിട്ടണില്ല, ഞങ്ങളാ പൊട്ടേ അല്ലേ? എൻ്റെ ഉമ്മാനോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കി, ഞങ്ങളെ സ്വഭാവം അനുസരിച്ച് തിരിച്ചു കൊടുക്കലില്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്വഭാവം അതല്ലേ? നിങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞ വാക്കുകൾ എന്താണ് അല്ലേ? എല്ലാം കാറ്റിൽ പരത്തി ഇപ്പോഴും 3-ാം മുന്നണിയെ പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. എന്താണ് ഇതിൻ്റെ അർത്ഥം? നിങ്ങൾ ഈ രാജ്യത്ത് വിദേശ നിക്ഷേപം പറഞ്ഞ് ബഹളം ഉണ്ടാക്കുമ്പോൾ ഇപ്പൊ വേറെ നിലപാടാണ്, മമതയുടെ കാര്യത്തിൽ വേറെ നിലപാടാ. എന്നിട്ടിപ്പോ
തീപ്പെട്ടിക്കൊള്ളി എടുത്തിട്ട് അടുപ്പുണ്ടാക്കാൻ പോവുകയാണത്രേ. എല്ലാ റോഡിൻ്റെ സൈഡിലും പുതുതായിട്ട്. ഞാൻ ചോദിക്കുന്നു, എന്തിനാ ഈ പാർട്ടി? എന്താ നിങ്ങളുടെ നിലപാടിൻ്റെ പൊരുളെന്താ? ആളില്ല, നിങ്ങളെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ശെൽവരാജിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം പെട്രോൾ ഡീസലിന് കേന്ദ്ര ഗവൺമെൻറ് വില കൂട്ടണ്. ആളുകളോട് നടന്ന് ചോദിക്കുകയാണ് ചാനലേര് മുഴുവൻ, എന്തു പറയുന്നു എന്തു പറയുന്നു എന്തു പറയുന്നു? UDF തോൽക്കണം 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 തോൽക്കണം. ഷെണ്ണീണ്ട് നോക്കുമ്പോൾ കണ്ടിരിക്കണം ശെൽവരാജാണ്ട് ജയിച്ച്. എന്താ കാരണം എന്നറിയോ? എല്ലാം വില ഉണ്ടെങ്കിലും മനുഷ്യൻ്റെ വില അതിനേക്കായും വലുതാണ്. ശെൽവരാജൊക്കെ മതിലെടുത്ത് ചാടിയിട്ടൊരു വരവുണ്ട് വന്നിട്ട്. അതാ ഞങ്ങൾ മഞ്ഞളാംകുഴിയാലിക്കും ഇവർക്കൊക്കെ പെട്ടെന്ന് ചിഹ്നം കൊടുക്കണം. എന്താ കാരണം? ജീവനം കൊണ്ട് പാഞ്ഞു വരുമ്പോൾ പേരും അഡ്രസ്സും പിൻകോഡും ചോദിക്കാൻ നിൽക്കുക. വേഗം ചിഹ്നം കൊടുത്തിട്ട് അവനാൻ്റെ അടുത്ത് ഇരിക്കാൻ പറഞ്ഞിട്ട് സ്ഥാനാർത്ഥിയാക്കല്ലേ. അതല്ലേ ഞങ്ങൾ ചെയ്തത്. ഞങ്ങളുടെ നന്മ അതാണ്. അങ്ങോട്ട് ചിന്തിക്കാതെ ഇവിടെ ബഹളമുണ്ടാക്കിയിട്ട് രാജ്യത്തിൻ്റെ നല്ല അന്തരീക്ഷം തകർക്കുക. ഇവർ ഇങ്ങനെ എതിർത്ത് ജാതീയമായി സംസാരിച്ചാൽ ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് എന്താ? ഈ കാൽക്കുലേഷൻ തെറ്റും. കേരളത്തിൽ ജാതി നോക്കാതെ മതം നോക്കാതെ വോട്ട് ചെയ്തിരുന്നൊരു പാരമ്പര്യമുണ്ട്. അതാ ഞാൻ നേരത്തെ പറഞ്ഞ് തിരൂരങ്ങാടിയുടെ മണ്ണിൽ ആന്റണി മത്സരിച്ചപ്പോൾ ബസ് ഉണ്ടാക്കി പാണക്കാട്ട തങ്ങൾ ചതിക്കാൻ കൊണ്ടുവന്നതാണോ എന്ന് വരെ ചോദിച്ചു. ആന്റണി മത്സരിക്കുമ്പോൾ പാവം അബ്ദുൽ നാസർ മഅദനി അദ്ദേഹത്തിൻ്റെ നിലപാടിനോട് ഞങ്ങൾക്ക് എതിർപ്പുണ്ട്. മാനുഷിക പരിഗണനയുടെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങളെ പ്രാർത്ഥന ഉണ്ട്. ആ മഅദനി എന്ന് പറഞ്ഞത് എന്താ? ആലി മുസ്ലിയാരുടെ മണ്ണിൽ ആന്റണിയോ ഖുതുബുസ്സമാൻ സയ്യിദ് അലവി തങ്ങളുടെ മണ്ണിൽ കൈപ്പത്തിയോ? അവിടെ ഞങ്ങൾ കൈപ്പത്തി ചിഹ്നത്തിൽ ആന്റണിയെ മത്സരിപ്പിക്കുമ്പോൾ ഞങ്ങൾ ആളുകളോട് ജാതി പറഞ്ഞ് ബഹളുണ്ടാക്കി. TK ഹംസയൊക്കെ പറഞ്ഞത് എന്നെ കരീം മൂപ്പരാണ് മുസ്ലിം സ്ഥാനാർത്ഥി, ജുമയക്കൊന്നും പോക്കില്ല, എന്നാലും മുസ്ലിം സ്ഥാനാർത്ഥി. അങ്ങനെയാണ്. പണ്ടൊരു ചങ്ങായി പറഞ്ഞു, വല്യപ്പാനെ നല്ല പേടിയാണ്, ഞാൻ തറവാട്ടങ്ങൾക്ക് പോകില്ല, അള്ളാനി നല്ല പേടിയാണ്, ഞാൻ പള്ളിക്കൊക്കും പോകില്ല എന്ന മാതിരി. മൂപ്പരയിലൊന്നുമില്ല, എന്നാലും എന്നെ കരീം മുസ്ലിം സ്ഥാനാർത്ഥി. മാത്രല്ല അന്ന് മാറ്റിട്ട് പാർട്ടിയുടെ പാട്ടെന്താ? കാത്തു സൂക്ഷിച്ച ലീഗിന്റെ മണ്ഡലം കാക്ക കൊത്തിപ്പോകും. എന്തുണ്ടായത്? വോട്ടെണ്ണിയപ്പോൾ ശ്രീമാൻ AK ആന്റണി വമ്പിച്ച ലീഡിന് ജയിക്കുകയാണ്. ഒരു കുടുംബയോഗത്തിൽ നിന്നൊരു വല്യമ്മ ഇറങ്ങി വരുമ്പോൾ മാതൃഭൂമിയുടെ ലേഖകനാ ചോദിച്ചത്, റിപ്പോർട്ടർ, ഇത്രയും കാലം കോണിക്ക് മാത്രം വോട്ട് ചെയ്ത് ശീലിച്ച നിങ്ങൾ എങ്ങനെ കൈപ്പത്തിക്ക് ചെയ്യും? വസ്വാസ് ഉണ്ടാക്കി. അന്ന് ചാനലുകാരുടെ വിത്തന അത്രയില്ല, അവരെ പ്രസവിച്ചിട്ടില്ല, അന്ന് പത്രക്കാരായിരുന്നു. ഇത്രയും കാലം കോണിക്ക് മാത്രം വോട്ട് ചെയ്ത് ശീലിച്ച നിങ്ങൾ എങ്ങനെ കൈപ്പത്തിക്ക് വോട്ട് ചെയ്യും? ഒരു വല്യമ്മ നിലത്ത് കുനിഞ്ഞിട്ട് ഒരു കൊമ്പ് ഒരു കൊള്ളി കഷ്ണെടുത്ത് ഇങ്ങനെ പൊന്തിച്ചിട്ട് പറഞ്ഞാടാ ഇതാണ് ചിഹ്നെന്ന് പാണക്കാട്ട കുട്ടികൾ പറഞ്ഞാൽ വോട്ട് ടൈമുണ്ടാവും, ചിലക്കാതെ വട അവിടുന്ന് ഇറങ്ങി. നമുക്കറിയോ, വമ്പിച്ച ലീഡിന് തിരൂരങ്ങാടിയുടെ മണ്ണിൽ നിന്ന് ശ്രീമാൻ AK ആന്റണിയെ ജയിപ്പിച്ച് ആനപ്പുറത്തിരുത്തി പട്ടും വളയും നൽകി പച്ച പരവതാനി വിരിച്ചിട്ട് ഈ ലീഗ് അധികാര സിംഹാസനത്തിലേക്ക് നടത്തിക്കൊണ്ടുപോയവരാണ്. ആ കാൽക്കുലേഷൻ കേരളത്തിൽ തെറ്റിക്കുകയാണ്. ഇപ്പൊ ചില ആളുകൾ ഈ സൗഹൃദത്തിന്റെ കഞ്ഞിയിലാണ് കായം കലക്കുന്നത്. എന്താ ഉണ്ടാകാൻ പോണത് അറിയോ? ജാതീയമായി ജനങ്ങൾ അങ്ങനെ തരംതിരിച്ച് രാഷ്ട്രീയമായി സംസാരിച്ചാൽ ഈ സന്തുലിതാവസ്ഥ എല്ലാം കീഴ്മേൽ മറിഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന കട്ടനഷ്ടങ്ങൾക്ക് ലീഗ് മാത്രമല്ല മറുപടി പറയേണ്ടത്. ഈ നാടാ കുട്ടിച്ചോറാവുക അല്ലേ? ചിലരാഗ്രഹം എന്താ? ലീഗിനെ ഒരു പാഠം പഠിപ്പിക്കാൻ കുട്ടിച്ചോറായാലും വേണ്ടിയില്ല. അങ്ങനെ ഉണ്ടോ? ഒരു കൊടുങ്കാറ്റ് വന്നാൽ എല്ലാവരും പെടും. ചിലവരെ മനസ്സിലെന്താണെന്നറിയോ? ഒരു വലിയൊരു കൊടുങ്കാറ്റുണ്ട്, വരട്ടെ, ലീഗിൻ്റെ കൊടിമരം മാത്രം വീകട്ടെ, മറ്റേതൊക്കെ കുത്തനക്കട്ടെ. ഏതാണ് ആ കാറ്റ്? ഞങ്ങൾക്ക് മനസ്സിലാകണില്ല. ഒരു വെള്ളപ്പൊക്കം ഉണ്ടാകട്ടെ, ആ വെള്ളപ്പൊക്കത്തിൽ ലീഗ് ഓഫീസ് മാത്രം പോട്ടെ, മറ്റേ ഓഫീസൊക്കെ അങ്ങോട്ടും പോട്ടെ. അങ്ങനെ ഉണ്ട് ഒരു വെള്ളപ്പൊക്കം. ഒരു ഭൂമി കുലുക്കം വരട്ടെ, അതിൽ ലീഗേര് മാത്രം ഭൂമിക്ക് താഴെ പോട്ടെ, മറ്റവരൊക്കെ ഭൂമിയുടെ മുകളിൽ നിൽക്കട്ടെ. ഏതാണ് ആ ഭൂമി കുലുക്കം? ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെ ഉണ്ടാകുന്ന കട്ടനഷ്ടങ്ങൾക്ക് എല്ലാവരും ഉത്തരം പറയേണ്ടതുണ്ട്. ഈ കാണുന്ന അണികളെ മുഴുവൻ UP-യിലെ ജനങ്ങളെപ്പോലെ, കാശ്മീരിലെ ജനങ്ങളെപ്പോലെ പാണക്കാട്ട തങ്ങളും ലീഗും വേറെ ഒരു വഴിക്ക് നയിച്ചിരുന്നുവെങ്കിൽ നാടിന് ഈ ആളുകൾ ഒരു ഭീഷണിയാകുമായിരുന്നു. ആയില്ല. ജനാധിപത്യത്തിൽ വോട്ടിൽ വാലറ്റിൽ വിശ്വാസമുള്ളവരായി ഇവർ. ആരെങ്കിലും തന്നെ തോണ്ടിയാൽ നേതാവിന് വിളിച്ചാൽ നേതാവ് പറയും പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കും. പിന്നെ കിട്ടിയില്ലേ നീതി? കീഴ്ക്കോടതി. ഇല്ലേ നീതി? ഹൈക്കോടതി. ഇല്ലേ നീതി? സുപ്രീം കോടതി. സുപ്രീം കോടതി വിട്ടാലോ വാളുമായി വെട്ടണമെന്ന് ചിലർ പറഞ്ഞപ്പോ
ഞങ്ങൾ ഈ അണികളെ പഠിപ്പിച്ചു. സുപ്രീം കോടതി കഴിഞ്ഞാലും മക്കളെ ഒരു കോടതി ഉണ്ട്, അള്ളാന്റെ കോടതി. അങ്ങോട്ട് നീട്ടിവെക്കാൻ ഒരു വിശ്വാസി സമൂഹത്തെ രാഷ്ട്രീയമായി പരിവർത്തിപ്പിച്ചെടുത്ത് ഈ കേരളത്തിന്റെ ജനാധിപത്യ ഭൂമികയിൽ രാഷ്ട്രനിർമ്മാണ പ്രക്രിയക്കും പൊതു നന്മക്കും വേണ്ടി ഞങ്ങൾ ചെയ്യുന്ന നന്മയാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഞങ്ങൾ എന്തുകൊണ്ട് വന്നാലും ബഹളം ഉണ്ടാക്കുക അല്ലേ? എമർജിങ് കേരള വന്നപ്പോൾ ഭൂമിദാനം അച്യുതാനന്ദൻ അതിൽ പങ്കെടുത്തില്ലല്ലോ അല്ലേ? അയാളൊക്കെ വന്നിരിക്കുകയാണെങ്കിൽ ആ ചൈനക്കാർ വരുന്ന സമയത്ത് അയാളെ ചൂണ്ടിയിട്ട് ആ ചൈനക്കാരോട് വരെ പറയായിരുന്നു നമുക്ക് നിങ്ങളെ വകയിൽ ഒരു എളാപ്പേണായിരിക്കണമെന്ന് പറഞ്ഞാൽ ആ വരുന്നവർക്കൊരു സമാധാനം, ഇവർക്കൊരു ഇനിയിപ്പോൾ അയാൾ ചൈനയിൽ പോയാൽ ചൈനക്കാരറിയോ നിങ്ങൾ ഏതാനും ചോദിക്കൂലേ? നിങ്ങൾ കണ്ടൊരു മനുഷ്യനല്ലല്ലോ. അയാൾ പറയും ഞാൻ കേരളത്തിലാന്ന് പറഞ്ഞാൽ എന്തു പറയും? ഞങ്ങൾ അങ്ങനെ ഒരു മനുഷ്യനെ അവിടെ കണ്ടിട്ടില്ലല്ലോ എന്നാ. നിങ്ങൾ ആലോചിക്കണം, എത്ര കോടികളാണ് മഹാനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അതിൻ്റെ പേരിൽ കേരളത്തിലൊരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റിയെടുത്തത്. അബ്ദുറബ്ബ് കൊണ്ടുവരുന്ന നയങ്ങൾ, മുനീർ സാഹിബ് കൊണ്ടുവരുന്ന നയങ്ങൾ. ഇന്ന് നമ്മുടെ പ്രിയങ്കരനായ മന്ത്രി ഇബ്രാഹിം കുഞ്ഞ് ലണ്ടനിലാണ്. അദ്ദേഹത്തിന് ഏറ്റവും നല്ല കേരളത്തിൻ്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിട്ട് അദ്ദേഹത്തിന് പ്രത്യേകമായ പാരിതോഷികങ്ങൾ കൊടുക്കുന്നു ലണ്ടനിൽ. ഇന്നലെ വന്ന ഒരു നാട്ടിലെ സംഘം മുനീറിൻ്റെ ഓഫീസിൽ, ഇനി ഞങ്ങളൊക്കെ തിരുവനന്തപുരത്ത് നിന്ന് കണ്ടൊരു കാഴ്ച, മന്ത്രിയുടെ ഓഫീസിൽ വന്നിട്ട് കേരളത്തിൻ്റെ സാമൂഹ്യക്ഷേമ വകുപ്പിനെ പറ്റി പഠിച്ചിട്ട് അത് അവരുടെ നാട്ടിലേക്ക് പകർത്താൻ കൊണ്ടുപോവുകയാണ്. അതാണ് ഈ കേരളത്തിൽ ചെയ്യുന്ന നന്മ. ഉമ്മൻചാണ്ടിയുടെ ഭരണം ഐക്യരാഷ്ട്ര സംഘടനയുടെ 2 പ്രതിനിധികൾ പഠിക്കാൻ വന്നിരുന്നു, കൊണ്ടുപോവുകയാണ്. കെ എം മാണിയെ കൊണ്ടുപോവുകയാണ്. എവിടേക്ക്? ബ്രിട്ടൻ പാർലമെന്റിലേക്ക്. എന്തിന്? ധനകാര്യത്തെ പറ്റി ക്ലാസ് എടുക്കാൻ അല്ലേ? നിങ്ങൾ അങ്ങനെ ആരെങ്കിലും കൊണ്ടുപോകുന്നുണ്ടോ? സ്വപ്നമുണ്ടോ? ഈ നാടിൻ്റെ വല്ല നന്മയെക്കുറിച്ചുള്ള ചിന്ത ഉണ്ടോ? ഈ നാട്ടിൽ എന്ത് കൊണ്ടുവരുമ്പോഴും എതിർത്ത പാരമ്പര്യം. ഇപ്പം മെട്രോ മതിലുണ്ടാക്കുന്നു, അത് കൊണ്ടുവന്ന നാടിന് ഗുണല്ലേ? മറ്റു നാടുകളൊക്കെ വികസിച്ചു. ഇവിടെ എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? തമിഴ്നാട്ടിൽ നിന്ന് മുല്ലപ്പൂവും ആന്ധ്രയിൽ നിന്ന് അരിയും വന്നിട്ട് വേണം ഈ നാടിൽ ഓണം ആഘോഷിക്കാൻ. അങ്ങനെയുള്ള ഈ നാട്ടിൽ എന്തെങ്കിലും ഒരു നല്ലതുണ്ടാക്കാൻ തുടങ്ങുമ്പോൾ അതിനെതിർക്കുക, പാരവെക്കുക, രാഷ്ട്രീയം കളിക്കുക, എന്നിട്ട് ബഹളം ഉണ്ടാക്കുക, ജാതീയമായി തെറ്റിദ്ധരിപ്പിക്കുക. ഇവിടെ മുസ്ലിം ലീഗിന് ഒന്നേ പറയാനുള്ളൂ, ഈ അന്തസ്സുറ്റ കേരളത്തിൻ്റെ മഹനീയമായ പാരമ്പര്യം ജാതിയും മതവും നോക്കാതെ രാഷ്ട്രീയപരമായ ഇച്ഛാശക്തി കൊണ്ട്, മുന്നണി ബന്ധം കൊണ്ട് രാജ്യത്തിൻ്റെ പൊതുനന്മക്ക് വേണ്ടി യത്നിച്ച പാരമ്പര്യമുള്ള ഈ കീഴ്വഴക്കം കീഴ്മേൽ മറിക്കാനുള്ള ഈ ഹീനമായ ഗൂഢമായ ശ്രമത്തെ തിരിച്ചറിയണം എന്ന് മാത്രം ആവശ്യപ്പെട്ട് നിർത്തുന്നു. നന്ദി. അസ്സലാമു അലൈക്കും.